സോ യെസ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നും, ഇത് വി പി വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നും എബോ എച്ച് പിയിലുമാണ് പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ ഇതെന്താണ് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ളത്. അപ്പോൾ ആ പ്രൊജക്ഷൻ നമ്മൾ പറയും ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. അതായത് എച്ച് പി, ഇത് എച്ച് പി ആണല്ലോ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണല്ലോ, എച്ച് പിക്ക് താഴെ ബിലോ എച്ച് പി എന്നും ഓക്കെ ബിഹൈൻഡ് വി പി എന്നുമാണ് വരുന്നതെങ്കിൽ ആ പോയിന്റ് എവിടെ ഉണ്ടാവുക, പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ ഉണ്ടാവുക, പോയിന്റ് തേർഡ് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക. ആ തേർഡ് ക്വാഡ്രന്റിലുള്ള ആ ടൈപ്പ് പ്രൊജക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഓർക്കാനുള്ള പോയിന്റ് എന്താണ്, ബിലോ എച്ച് പി ആയിരിക്കും, ബിലോ എച്ച് പി ആയിരിക്കും. അതേപോലെ എന്താണ് ബിഹൈൻഡ് വി പി ആയിരിക്കും, ബിഹൈൻഡ് വി പി ആയിരിക്കും. ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഉള്ള ഡാറ്റ എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏത് ആംഗിൾ പ്രൊജക്ഷൻ ആണത്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്, പോയിന്റ് ഇരിക്കുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണ് ഇവിടെ, മൂന്നാമത്തെ ക്വാഡ്രന്റ് മാത്രമാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് മുകളിലേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയി, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആയി, ഇത് തേർഡ് ക്വാഡ്രന്റ് ആയി, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ എപ്പോഴും വ്യൂ ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞു. വ്യൂ ചെയ്യുന്നത് എപ്പോഴും എവിടെ നിന്നാണ്, ഫ്രണ്ട് വ്യൂ ആണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ നമ്മൾ എപ്പോഴും വ്യൂ ചെയ്യുന്നുണ്ടാവുക എവിടെ നിന്നാണ്, ഈ പറയുന്ന ക്വാഡ്രന്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫ്രണ്ട് വ്യൂ എനിക്ക് കിട്ടും. ഓക്കെ, ഇനിയോ ടോപ്പ് വ്യൂ ആണെങ്കിൽ ഞാൻ മുകളിൽ നിന്നാണ് എപ്പോഴും നോക്കുക, അല്ലെ, മുകളിൽ നിന്നാണ് ഞാൻ എപ്പോഴും നോക്കുക. ഓക്കെ, അപ്പൊ എന്താണ്, അതാണ് എൻ്റെ ടോപ്പ് വ്യൂ എനിക്ക് തരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ്, ഈ പറയുന്ന പ്ലെയിൻസ് എല്ലാം ട്രാൻസ്പെറന്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള പോയിന്റ്, ഓക്കെ, ഇവിടെയുള്ള പോയിന്റിനെ എനിക്ക് കാണാൻ വേണ്ടി ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഈ പ്ലെയിനിൽ കൂടെ എനിക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കാരണം ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ് എന്ന് പറയും. അതേപോലെ മുകളിൽ നിന്ന് നോക്കുമ്പോഴും എനിക്ക് ആ പോയിന്റിനെ കാണാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്, ഈ എച്ച് പി ട്രാൻസ്പെറന്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മൾ എപ്പോഴും നോക്കുന്നത് വലതുവശത്തു നിന്നും, ടോപ്പ് വ്യൂ എപ്പോഴും നമ്മൾ നോക്കുന്നത് മുകളിൽ നിന്നുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പൊ ഇതെന്താണ്, നമ്മുടെ തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിലുള്ള ഈ പ്രൊജക്ഷനെ ഇപ്പൊ നമ്മൾ പറയുന്ന പേരാണെന്ത്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നിരിക്കുന്നത്. അതായത് സി എന്ന് പറഞ്ഞതാണ് നമ്മുടെ പോയിന്റ്. നമ്മുടെ പോയിന്റ് ഏതാണ്, ഈ സി എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റ് എന്ന് വെക്കുക. ഓക്കെ, സി ആണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, ഇത് എച്ച് പിയിൽ നിന്ന് എച്ച് യൂണിറ്റ് താഴെയാണുള്ളത്, അല്ലെ, എച്ച് യൂണിറ്റ് എച്ച് പിയിൽ നിന്ന് താഴെയാണുള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, എച്ച് യൂണിറ്റ് ആണ്. ഓക്കെ, പിന്നെയോ അത് വി പിയിൽ നിന്ന് ഈ പറയുന്ന പോയിന്റ് എത്ര ഡിസ്റ്റൻസിലാണുള്ളത്, ഡി യൂണിറ്റ് ബിഹൈൻഡിലാണുള്ളത്, അല്ലെ, പിറകിലാണുള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്, എച്ച് യൂണിറ്റ് ബിലോ എച്ച് പി എന്ന് തന്നിട്ടുണ്ട്. പിന്നെയോ ഡി യൂണിറ്റ് ബിഹൈൻഡ് വി പി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം എന്താ വരയ്ക്കേണ്ടത്, ആദ്യം നമ്മുടെ എക്സ് വൈ ലൈൻ അങ്ങ് വരച്ചു വെച്ചേക്കാം. എന്താ വരയ്ക്കേണ്ടത്, എക്സ് വൈ ലൈൻ അങ്ങ് വരച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ബിലോ എച്ച് പിയും ബിഹൈൻഡ് വി പിയും ആണെങ്കിൽ ഏതാ ക്വാഡ്രന്റ് എന്ന് മനസ്സിലായി, തേർഡ് ക്വാഡ്രന്റ് ആണ് എന്ന് മനസ്സിലായി. ഇതാണ് തേർഡ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, അപ്പൊ തേർഡ് ക്വാഡ്രന്റിൽ ഈ പോയിന്റ് ഒന്ന് നോക്കാം. നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവനെ പ്രൊജക്ട് ചെയ്യുന്നു. ആരെ പ്രൊജക്ട് ചെയ്യുന്നു, ഈ പറയുന്ന സീനെ ഞാൻ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി, ഇവിടെ ഈ ഡിസ്റ്റൻസിൽ എച്ച് ഡിസ്റ്റൻസിൽ സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. കാരണം എന്താണ്, ഫ്രണ്ട് വ്യൂ ആണ്. അപ്പൊ എന്ത് വേണം, പ്രൈം വേണം. സി ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ഞാൻ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ എച്ച് പിയിൽ എനിക്ക് എന്ത് കിട്ടി, ഈ പറയുന്ന സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ എന്ത് കിട്ടി, എനിക്ക് ടോപ്പ് വ്യൂ കിട്ടി. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസിൽ എനിക്ക് ടോപ്പ് വ്യൂ കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, സിംഗിൾ പ്ലെയിനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആരെ റൊട്ടേറ്റ് ചെയ്യുന്നു, എച്ച് പിയെ റൊട്ടേറ്റ് ചെയ്യുന്നു. എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ക്ലോക്ക് വൈസിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ എച്ച് പി എങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. എച്ച് പി എന്ത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. ഈ പറയുന്ന പോയിന്റ് സി എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുകയും ചെയ്യും.
ഓക്കെ അല്ലേ? അപ്പോൾ സി ഡാഷ് എന്ന് പറയുന്ന 2 പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്തായി? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയി. അത് എവിടെ ഇരുന്നു? അത് എൻ്റെ സിംഗിൾ പേജിലിരുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഡി ആയി മാറി. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഡി ആയി മാറി. ഈ ഡിസ്റ്റൻസ് ഓൾറെഡി അറിയാം, എച്ച് ആണ് എന്നറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം എന്താ ചെയ്യുന്നത്? വരയ്ക്കാൻ വേണ്ടി ആദ്യം നമ്മൾ എന്താ ചെയ്യാം? വരയ്ക്കാൻ വേണ്ടി XY ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എന്താണ്? VP താഴെയാണ്, HP മുകളിലാണ് അല്ലെ? തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ VP താഴെ, നമുക്ക് ഈ ഫിഗറിന് കാണാൻ വേണ്ടി പറ്റും. VP താഴെയാണ്, HP മുകളിലാണ്. അപ്പോൾ VP താഴെയാണ്, HP മുകളിലാണ്. HP മുകളിലാണ്. ഇനി ഓർക്കാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നില്ല, എന്താണ്? VPയിൽ എനിക്ക് കിട്ടുന്നത് എന്ത് വ്യൂ ആണെന്ന് പറഞ്ഞു? VPയിൽ എനിക്ക് കിട്ടുന്നത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ആണ്. പിന്നെയോ HPയിൽ എനിക്ക് കിട്ടുന്നത് ടോപ്പ് വ്യൂ ആണ്. VPയിൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ്. ഓക്കെ, അപ്പം ഇവിടെ വരയ്ക്കുന്നതിന് പ്രൈം വേണം. ഓക്കെ, ഇവിടെ വരയ്ക്കുന്നതിന് പ്രൈം വേണ്ട. ഇവിടെ വരയ്ക്കുന്നതിന് പ്രൈം വേണം, ഇവിടെ വരയ്ക്കുന്നതിന് പ്രൈം വേണ്ട. ഓക്കെ, ക്ലിയർ. ഞാൻ എന്ത് ചെയ്തു? സ്കെയിൽ എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഒത്ത നടുക്കായിട്ട് സ്കെയിൽ വെച്ചു. ഒത്ത നടുക്കായി ഞാൻ എന്ത് ചെയ്തു? സ്കെയിൽ വെച്ചു. അതിനുശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനുശേഷം ഞാൻ ആ സ്കെയിലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് എടുക്കുന്നു? HP-യിലാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ, ഇതാണ് HP. എവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കും? VP എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കണം അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? VP എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തു. എത്രയാണത്? D യൂണിറ്റ് ആണത്. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ മാർക്ക് ചെയ്തു. ഏത് പോയിന്റ്? C എന്ന് പറയുന്ന പോയിന്റ്. കാരണം എന്താണ്? HP-യിൽ ടോപ്പ് വ്യൂ ആണ്, പ്രൈം ആവശ്യമില്ല. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇനി ഞാൻ വീണ്ടും എടുക്കുകയാണ്. എന്തെടുക്കുകയാണ്? VP-യിലേക്ക് എടുക്കുകയാണ്. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ കണ്ടിന്യൂഷൻ എടുക്കുകയാണ്. VP-യിലേക്ക് ഞാൻ എത്ര ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്? HP-യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. HP-യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? H ആണ്. ഓക്കെ, അപ്പൊ HP എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ ഇവിടെ എടുത്തിട്ട് C പ്രൈം ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? പ്രൊജക്ടേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് HP-യിലാണുള്ളത്. അപ്പൊ VP എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? VP എന്നുള്ള ഡിസ്റ്റൻസ് D ആണ്. അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തു. D എന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി VP-യിലാണുള്ളത്. HP എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? HP എന്നുള്ള ഡിസ്റ്റൻസ് H ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യും. ഇങ്ങനെയാണ് തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഇങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം എടുക്കാം. ഓക്കെ, സോ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് ഏത് ക്വാഡ്രന്റിലാണുള്ളതെന്ന് മനസ്സിലാക്കണം. ഇവിടെ നോക്കാം. എ പോയിന്റ് P ഈസ് ലൊക്കേറ്റഡ് 32 mm ബിഹൈൻഡ് VP-ക്ക് പിറകിലാണ്. ഓക്കെ, പിന്നെയോ 92 mm ബിലോ HP-ക്ക് താഴെയുമാണ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ മനസ്സിലായി? ഇത് ഏത് ക്വാഡ്രന്റാണെന്ന് മനസ്സിലായി. നമുക്ക് വെറുതെ വേണമെങ്കിൽ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ബിഹൈൻഡ് VP, ഇതാണ് എന്റെ VP, ഇതാണ് എന്റെ HP എന്ന് പറയുന്നത്. ഓക്കെ, ബിഹൈൻഡ് VP-ക്ക് പിറകിലാണ്. ഓക്കെ, ബിഹൈൻഡ് VP. പിന്നെയോ ബിലോ HP ആണ്. ബിഹൈൻഡ് VP ബിലോ HP ആണെങ്കിൽ തേർഡ് ക്വാഡ്രന്റിലാണ് എന്തിരിക്കുന്നത്? എന്റെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം എനിക്ക് എന്ത് മനസ്സിലായി? ആദ്യം ഞാൻ എഴുതേണ്ടത് എന്റെ പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ, പേപ്പർ ഞാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ എഴുതുന്ന കാര്യമൊക്കെ എന്റെ ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എന്ത് എഴുതുന്നു? ഞാൻ എഴുതുന്നു തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് എഴുതുന്നു. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് എഴുതുന്നു. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് എഴുതുന്നു. ഓക്കെ, പിന്നെ ഞാൻ എന്ത് എഴുതുകയാണ്? പിന്നെ ഞാൻ എഴുതുന്നത് ഡിസ്റ്റൻസസ് ആണ് അല്ലെ? ഡിസ്റ്റൻസ് ഫ്രം VP എത്രയാണ്? VP എന്നുള്ള ഡിസ്റ്റൻസ് 32 mm ആണ്. അടുത്ത ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? ഡിസ്റ്റൻസ് ഫ്രം HP. എങ്ങനെ എഴുതും നമ്മൾ? ഡിസ്റ്റൻസ് ഫ്രം HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92 mm ആണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ആദ്യം എന്ത് വരയ്ക്കുന്നു? XY ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യം എന്താണ്? തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എങ്കിൽ എനിക്ക് അറിയുന്ന കാര്യം HP എബോവ് XY ലൈൻ ആണ്. പിന്നെയോ VP ബിലോ XY ലൈൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷന് നേരെ ഓപ്പോസിറ്റ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ VP മുകളിലും HP താഴെയായിരുന്നു. ഇവിടെ ഇപ്പൊ എന്താണ്? HP മുകളിലാണ്, VP താഴെയാണ്. ഓക്കെ ആണല്ലോ? യെസ്, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത്. ഇവിടെ എന്ത് വ്യൂ ആണ് വരിക? ഇവിടെ വരുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ വരുന്ന വ്യൂ, HP-യിൽ വരുന്ന വ്യൂ എന്താണ്? ടോപ്പ് വ്യൂ ആണ്.
എപ്പോഴും അതിന് മാറ്റമില്ല കേട്ടോ. എപ്പോഴും എച്ച് പിയിൽ ടോപ്പ് വ്യൂ ആണ്. വി പിയിൽ ഫ്രണ്ട് വ്യൂ ആണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഈ എക്സ് വൈ ലൈനിന്റെ ഒത്ത നടുക്കായിട്ട് എൻ്റെ സ്കെയിൽ വെച്ചിട്ട് ഞാൻ എച്ച് പിയിലേക്ക് വരയ്ക്കുന്നു. എച്ച് പിയിലേക്ക് ഞാൻ ഏത് ഡിസ്റ്റൻസ് എടുക്കേണ്ടത്? എച്ച് പിയിലേക്ക് ഞാൻ വി പിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വി പി എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തു. എത്രയാണത്? 32 mm ഞാൻ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് വളരെ ബോൾഡായിട്ട് എൻ്റെ ഏത് പോയിന്റ് വരച്ചു? ബി എന്ന് പറയുന്ന പോയിന്റ് വരച്ചു. എന്നിവിടെ ബി എന്ന് വരച്ചത് ടോപ്പ് വ്യൂവിന് എനിക്ക് എന്താ ആവശ്യമില്ല, പ്രൈം ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഈ ലൈനിന്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ താഴത്തേക്ക് എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യണം. കാരണം ഞാൻ മാർക്ക് ചെയ്യുന്നത് വി പിയിലാണ് അല്ലെ, വി പിയിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എത്രയാണത്? 92 ആണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണം, അതിനുശേഷം ഞാൻ എൻ്റെ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുകയാണ്. പ്രൊജക്ഷൻ ലൈൻ വരച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഡയമെൻഷൻ ലൈൻ വരച്ചു. ഡയമെൻഷൻ ലൈൻ വരച്ചതിന് ശേഷം ഈ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. എത്രയാണത്? 32 ആണ്. പിന്നെയോ ഇത് ഫ്രണ്ട് വ്യൂ ആണ്, ബി പ്രൈം ആണ്. ഓക്കെ, ഇനി എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് വി പിയിൽ ഞാൻ മാർക്ക് ചെയ്യുന്നു. അത് എത്രയാണ്? അത് 92 ആണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം ഈ പറയുന്ന കോർണറിൽ എന്ത് എഴുതുക, സ്കെയിൽ നമ്മൾ എഴുതണം. എത്രയാണത്? 1:1 എന്ന് പറയുന്ന സ്കെയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കെയിൽ നിങ്ങൾക്ക് എടുക്കാം, അത് നിങ്ങളുടെ വിഷാണ്. ഓക്കെ, പിന്നെ എന്ത് എഴുതണം എന്ന് പറഞ്ഞു, താഴെ എന്താണ് എഴുതണം എന്ന് പറഞ്ഞു, ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എന്ന് എഴുതണം എന്ന് പറഞ്ഞു. ഓക്കെ, ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എന്ന് എഴുതണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാം. പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡയഗ്രാം ഒന്ന് വരച്ചെടുക്കാം. വേണമെങ്കിൽ റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കാണാം, റിവൈൻഡ് ചെയ്തിട്ട് ഈ വീഡിയോ ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കാം. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീണ്ടും വരച്ചെടുക്കാം. അപ്പോൾ വരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, ഈ പറയുന്നതിന് ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഉണ്ടാവണം. ഓക്കെ, ഈ ലൈനൊക്കെ കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഉണ്ടാവണം. ഈ പറയുന്ന ലൈനിന് വളരെ അടുത്താവരുത് ഈ പറയുന്ന ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും എളുപ്പമാണ് ഏത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഒന്ന് വരച്ചെടുക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസ് ചെയ്യാം, വീഡിയോ പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ പോയിന്റ് ക്യൂ ഈസ് 24 mm ബിലോ എച്ച് പി. എച്ച് പിക്ക് ബിലോ ആണ്. 30 mm ബിഹൈൻഡ് വി പി. ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി ആണ് അല്ലേ? അപ്പോൾ എന്താ എഴുതുക, ബിലോ എച്ച് പി ആണ്, ബിഹൈൻഡ് വി പി ആണ്. അങ്ങനെയാണെങ്കിൽ ഏത് ആംഗിൾ പ്രൊജക്ഷൻ ആണ്? തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് അല്ലേ? തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചു. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്, എച്ച് പി മുകളിലും വി പി താഴെയാണ്. അപ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പി എബവ് ആൻഡ് വി പി ബിലോ എക്സ് വൈ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് എച്ച് പി എബവ് ആൻഡ് വി പി ബിലോ എക്സ് വൈ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്, ഡിസ്റ്റൻസസ് എഴുതണം. എന്ത് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഫ്രം എവിടുന്ന്? വി പി എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണത്? ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 24 mm ബിലോ എച്ച് പി ആൻഡ് 30 mm ബിഹൈൻഡ് വി പി. അപ്പോൾ 30 mm എന്ന് പറയും. അടുത്തതോ, ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി എത്രയാണത്? 24 mm. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുമായി. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ചൂസ് ചെയ്യാം. എൻലാർജ്ഡ് സ്കെയിൽ വേണമെന്നുണ്ടെങ്കിൽ എൻലാർജ്ഡ് സ്കെയിൽ ചൂസ് ചെയ്യാം. നമ്മൾ ആദ്യം എഴുതുന്നു, സ്കെയിൽ എത്രയാണ്? 2:1 എന്ന് പറയുന്ന സ്കെയിലാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, സ്കെയിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് എത്രയാണ്? 2:1 ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 30 mm ഞാൻ എന്ത് ചെയ്യും, 30 × 2/1 അതായത് 60 mm എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, ഈ 24 ഞാൻ എന്ത് ചെയ്യും, 24 × 2/1 എത്ര കിട്ടും നമുക്ക്? 48 mm എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? പക്ഷെ നമ്മൾ ഡയഗ്രത്തിൽ ഡയമെൻഷൻ മാർക്ക് ചെയ്യുമ്പോൾ 30 എന്നും 24 എന്നുമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. 1:1 വരച്ചോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, എക്സ് വൈ ലൈൻ വരച്ചു. അതിനുശേഷം സിംഗിൾ പോയിന്റ് ആയതുകൊണ്ട് തന്നെ നടക്കുക ഞാൻ സ്കെയിൽ വെക്കുന്നു. അതിനു മുമ്പ് ഞാൻ എന്ത് മാർക്ക് ചെയ്യുന്നു, എച്ച് പി എന്നും വി പി എന്നും മാർക്ക് ചെയ്യുന്നു. തേർഡ് ആംഗിൾ ആയതുകൊണ്ട് എച്ച് പി മുകളിലും വി പി താഴെയാണ് വരിക. എച്ച് പിയിൽ ഉണ്ടാകുന്നത് ഏത് വ്യൂ ആണ്? ടോപ്പ് വ്യൂ ആണ് എന്ന് എനിക്കറിയാം. അപ്പോൾ പ്രൈം ആവശ്യമില്ല. വി പിയിൽ ഉണ്ടാകുന്ന ഏതാണ്? ഫ്രണ്ട് വ്യൂ ആണ്.
ഓക്കെ, ഫ്രണ്ട് വ്യൂ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്ത് നടുക്ക് സ്കെയിൽ വെച്ചിട്ട് HP-യിലാണ് വരയ്ക്കുന്നത്. VP എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 30 mm ആണ്. അത് നമ്മൾ 60 ആക്കിയിട്ടുണ്ട് ഇവിടെ, 2:1 ആയതുകൊണ്ട്. അപ്പം നമ്മൾ 60 എടുത്ത് വരച്ചു. ഓക്കെ, പക്ഷെ നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തേ മാർക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? 30 എന്നേ നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. ഇവിടെ 30 എന്ന് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. 60 എടുത്ത് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും പോയിന്റ് Q ആയതുകൊണ്ട് ഇവിടെ Q എന്ന് കിട്ടും. ഇനി ഈ ലൈനിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ താഴത്തേക്ക് എടുക്കുന്നത് എത്രയാണ്? 24 മാത്രമേ ഉള്ളൂ. അതായത് 48 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ Q പ്രൈം എന്ന് ഇടുന്നു, കാരണം ഫ്രണ്ട് വ്യൂ ആണ്. എത്രയാണ് ഇതിന്റെ പ്രൊജക്ഷൻ ലൈൻ ഇടുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. എത്രയാണത്? അത് 24 mm ആണ്. 24 എന്ന് മാർക്ക് ചെയ്തു. നമ്മൾ എന്ത് എഴുതുന്നു? ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് മാർക്ക് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റൻ? എന്താണ്? തേർഡ് ആംഗിൾ പ്രൊജക്ഷനിലുള്ള ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലാക്കുക നമ്മൾ ആദ്യം. അപ്പോൾ അതിന് എന്താണ് കോഡ്? എന്താണ്? ബിലോ HP ആണ്, ബിഹൈൻഡ് VP ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ HP എബവ് XY ലൈൻ ആണ്, VP ബിലോ XY ലൈൻ ആണ്. ഓക്കെ, പിന്നെയോ ഡിസ്റ്റൻസ് ഫ്രം VP എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ഫ്രം VP നമുക്ക് തന്നിരിക്കുന്നത് എഴുതുക. ഡിസ്റ്റൻസ് ഫ്രം HP നമുക്ക് തന്നിരിക്കുന്നത് എഴുതുക. എന്തിനാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്? കാരണം നമ്മൾ HP-യിൽ പ്രൊജക്ഷനിൽ നമ്മൾ HP-യിൽ വരയ്ക്കുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. VP-യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും പ്രൊജക്ഷനിൽ നമ്മൾ HP-യിൽ വരയ്ക്കുന്നത്. പ്രൊജക്ഷനിൽ VP-യിൽ വരയ്ക്കുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? HP എന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പോസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒന്നുകൂടെ ഈ വീഡിയോ കാണാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായി ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾക്ക് ഹോംവർക്കാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. ഹോംവർക്കിൻ്റെ ലിങ്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ തരുന്നതാണ്. ഓക്കെ, ഇത് ഹോംവർക്കായി ചെയ്യാം. ഇതും എന്താണ്? ബിലോ HP ആണ്, ബിഹൈൻഡ് VP ആണ്. ആകെ മാറിയിട്ടുള്ളത് ആ ഡിസ്റ്റൻസുകളാണ്, പിന്നെ പോയിന്റുകളാണ് മാറിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസുകളും പോയിന്റും മാത്രമേ മാറിയിട്ടുള്ളൂ. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. എഴുതേണ്ട കാര്യം എല്ലാം എഴുതാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുക, നമ്മൾ ഈ ക്വസ്റ്റ്യൻ അല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ നമ്മൾ പഠിച്ചു. പിന്നെയോ തേർഡ് ആംഗിൾ പ്രൊജക്ഷനും നമ്മൾ പഠിച്ചു അല്ലേ? തേർഡ് ആംഗിൾ പ്രൊജക്ഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ റിലേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എങ്കിൽ ഏത് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക. ഇതോ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിലോ തേർഡ് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക. ഓക്കെ, തേർഡ് ക്വാഡ്രന്റിലാണ് ഇത് ഉണ്ടാവുക. ഓക്കെ, ഇനിയോ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിലാണ് എങ്കിൽ ഓക്കെ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? VP എബവ് ആണ്. ഓക്കെ, HP ബിലോ ആണ്. ഏതിൻ്റെ? XY ലൈനിൻ്റെ. ഇവിടെ ആണെങ്കിലോ നേരെ തിരിഞ്ഞു അല്ലേ? എങ്ങനെ വരും? HP എബവ് ആവും. പിന്നെയോ ആൻഡ് VP എന്താവും? ബിലോ ആവും. ആരുടെ? XY ലൈനിൻ്റെ. ഓക്കെ, ഇനി എന്താണ് പറയാനുള്ളത്? ഇനി രണ്ടിലും ഒരേ കാര്യമാണ് പറയാനുള്ളത്. എന്താണ്? ഈ പറയുന്ന HP-യിൽ എന്താ വരിക? ടോപ്പ് വ്യൂ വരും. പിന്നെയോ VP-യിൽ ഫ്രണ്ട് വ്യൂ വരും. ഓക്കെ, അതിവിടെ മാറ്റമുണ്ടോ? ഇല്ല, ഇത് തന്നെയാണ് ഇവിടെയും, ഇത് തന്നെയാണ് ഇവിടെയും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇതിൽ മാറ്റമില്ല. ഓക്കെ, സംശയമില്ലല്ലോ? അപ്പോൾ ടോപ്പ് വ്യൂവിൽ എന്ത് വേണ്ട? പ്രൈം വേണ്ട. ഫ്രണ്ട് വ്യൂവിൽ എന്ത് വേണം? പ്രൈം വേണം. ഓക്കെ, ടോപ്പ് വ്യൂവിലാണെങ്കിൽ HP-യിലാണെന്ന് ഞാൻ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? HP-യിലാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഞാൻ എടുക്കേണ്ടത് VP-യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. VP-യിലാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ HP എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അതെല്ലാം എന്താണ്? ഇതിന് ബാധകം. ഈ രണ്ടിനും ബാധകമാണ്. ഈ രണ്ടിനും ഇതെല്ലാം ബാധകമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ഓക്കെ അല്ലേ?
ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് ഈ പറഞ്ഞതിൽ നമുക്ക് 2 കൺക്ലൂഷൻസിലേക്ക് എത്താറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞേക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇവിടെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്താണ്? എ പോയിന്റ് എ ഈസ് എച്ച് യൂണിറ്റ് എബവ് എച്ച് പി ആൻഡ് വി യൂണിറ്റ് H unit above HP and V unit in front of VP. അങ്ങനെയാണ് ഇവിടുത്തെ ചോദ്യം ഉണ്ടാവുക. ഡ്രോ ദി പ്രൊജക്ഷൻ. ഇവിടെയാണെങ്കിലോ ഈ പോയിന്റ്, ഓക്കെ, എ എന്ന് പറഞ്ഞ പോയിന്റ്, ഓക്കെ, ഈസ് എച്ച് യൂണിറ്റ് ബിലോ എച്ച് പി ആൻഡ് വി യൂണിറ്റ് ബിഹൈൻഡ് വി പി എന്നാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ XY ലൈൻ വരയ്ക്കുന്നു. XY ലൈൻ വരച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? XY ലൈൻ വരച്ചു. ഇവിടെ വി പി മുകളിലാണ്, എച്ച് പി താഴെയാണ്. ഇവിടെ എച്ച് പി മുകളിലാണ്, വി പി താഴെയാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാണ്. എന്തിനാണ് സാർ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അതിന്റെ അവസാനമാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുക എന്തിനാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? വി പിയിലേക്ക് വരയ്ക്കുമ്പോൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എച്ച് യൂണിറ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് അതിനെ എ പ്രൈം എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു അല്ലേ? എച്ച് യൂണിറ്റ് എത്രയാണ്? എച്ച് യൂണിറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ താഴത്തേക്ക് എ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എത്രയാണത്? ഡി യൂണിറ്റ് ആണ്. ഓക്കെ, ഡി യൂണിറ്റ് ക്ലിയർ അല്ലേ? എന്തുകൊണ്ടാണ്? വി പി എന്നുള്ള ഡിസ്റ്റൻസ്, സോറി ഡി അല്ല വി യൂണിറ്റ് ആണ്. സോറി ഡി അല്ല വി യൂണിറ്റ് ആണ്. വി പി എന്നുള്ള ഡിസ്റ്റൻസ് വി ആണെന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? വി യൂണിറ്റ്. ഓക്കെ, സിമിലർലി ഇവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എച്ച് പിയിലേക്ക് വി പിയിലെ ഡിസ്റ്റൻസ് എത്രയാണ്? വി യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ആവശ്യമില്ല? എനിക്ക് പ്രൈം ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തു? വി യൂണിറ്റ് ഇവിടെ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ വി യൂണിറ്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ ലൈനിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ താഴേക്ക് എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എ പ്രൈം എന്ന് മാർക്ക് ചെയ്യുന്നു. എത്ര യൂണിറ്റ് ആണ്? വി പിയിലാണുള്ളത്. അപ്പോൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് എച്ച് യൂണിറ്റ് എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്തുണ്ട്? സ്കെയിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമുണ്ട്. ഡയമെൻഷൻസ് ഇൻ mm എന്ന് എഴുതേണ്ട ആവശ്യം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കി, എച്ച് യൂണിറ്റ് എബവ് എച്ച് പി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? XY ലൈനിന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ആ പോയിന്റിനെ മാർക്ക് ചെയ്യണം. അപ്പോൾ എബവ് എച്ച് പി എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത് എങ്കിൽ നമ്മുടെ XY ലൈനിന്റെ മുകളിലേക്കാണ് ആ ഡിസ്റ്റൻസ് വരയ്ക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ എബവ് എച്ച് പി ആണെങ്കിൽ എബവ് എച്ച് പി എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളതെങ്കിൽ XY ലൈനിന്റെ എബവ് ആയിരിക്കണം ആ പോയിന്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, പോയിന്റ് എബവ് XY ലൈനിന്റെ മുകളിലായിരിക്കും ഞാൻ ആ പോയിന്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനിയോ നോക്കിയേ, ബിലോ എച്ച് പി എന്നാണുള്ളത്. അപ്പൊ ബിലോ എച്ച് പി എന്ന് പറയുമ്പോൾ എന്താണ്? XY ലൈനിന്റെ താഴെയല്ലേ ആ ഡിസ്റ്റൻസ് ഉള്ളത്? എച്ച് യൂണിറ്റ് ബിലോ എച്ച് പി. അപ്പൊ ഞാൻ XY ലൈനിന്റെ താഴെയല്ലേ വരച്ചത്. അപ്പോൾ ബിലോ എച്ച് പി എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? XY ലൈനിന്റെ പോയിന്റ്, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. പോയിന്റ് ബിലോ XY ലൈൻ അല്ലേ? നമ്മൾ എന്താണ്? എ പ്രൈം എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ബിലോ XY ലൈൻ ആണ്. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, നമ്മൾ ആ പർട്ടിക്കുലർ പോയിന്റിനെ മാത്രം എടുക്കുന്നു കേട്ടോ. ഈ ക്യാപിറ്റൽ എ അല്ല പറയുന്നത്, പ്രൊജക്ഷൻ പോയിന്റിനെയാണ് പറയുന്നത് കേട്ടോ. പ്രൊജക്ട് ചെയ്ത പോയിന്റിനെയാണ് പറയുന്നത്. അപ്പോൾ എച്ച് പിക്ക് എബവ് ആണ് പോയിന്റ് എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഫ്രണ്ട് വ്യൂ മുകളിലേക്ക്, XY ലൈനിന് മുകളിലേക്കാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എ പ്രൈം എന്ന് പറഞ്ഞത് മുകളിലേക്കാണ്. അപ്പം എബവ് എച്ച് പി കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? XY ലൈൻ വരയ്ക്കുക. ഈ പറയുന്ന XY ലൈനിന്റെ മുകളിലേക്ക് വരയ്ക്കുക. ബിലോ എച്ച് പി എന്നാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക? XY ലൈൻ വരയ്ക്കുക. നേരെ താഴത്തേക്ക് എന്ത് വരയ്ക്കുക? ആ ഡിസ്റ്റൻസ് വരയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, വി യൂണിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് താഴെ ആയിരിക്കും ആരുടെ എക്സ് വൈ ലൈൻ്റെ. അപ്പോൾ ബിലോ എച്ച് പി എന്നും ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം അല്ലേ. ബിലോ എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പോയിന്റ് ഞാൻ വരയ്ക്കേണ്ടത് താഴത്തേക്കാണ്. ഓക്കെ, അപ്പോൾ എച്ച് പി ആണ് വരയ്ക്കുന്നതെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ്, പ്രൈം വേണം. വി പിയുടെതാണ് വരയ്ക്കുന്നതെങ്കിൽ ടോപ്പ് വ്യൂ ആണ്, പ്രൈം ആവശ്യമില്ല. ഓക്കെ, ഡിസ്റ്റൻസ് വി പിയുടെയാണ് വരയ്ക്കുന്നതെങ്കിൽ പ്രൈം ആവശ്യമില്ല. ഓക്കെ, ഇനിയോ ഇവിടെയോ നോക്കുക, ബിഹൈൻഡ് വി പി ആണെങ്കിൽ ആ പോയിന്റ് ഞാൻ എന്ത് ചെയ്യണം, എക്സ് വൈ ലൈനിന് മുകളിലേക്ക് വെക്കണം. അപ്പോൾ ബിഹൈൻഡ് വി പി ആണെങ്കിൽ ആ പോയിന്റ് ഞാൻ എന്ത് വരയ്ക്കണം, പോയിന്റ് ഈസ് എബവ് എക്സ് വൈ ലൈൻ. പോയിന്റ് ഈസ് എബവ് എക്സ് വൈ ലൈൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് എബവ് എച്ച് പി എന്നും പിന്നെയോ ബിഹൈൻഡ് വി പി എന്നും ആണെങ്കിൽ ആ പോയിന്റിന്റെ പ്രൊജക്ഷൻ നമ്മൾ എക്സ് വൈ ലൈനിലേക്ക് വരയ്ക്കണം. ഓക്കെ, രണ്ടും എക്സ് വൈ ലൈനിലേക്ക് വരയ്ക്കണം എന്നല്ല, ക്വസ്റ്റനിൽ എങ്ങനെ ഉണ്ടാവുക, എച്ച് യൂണിറ്റ് എബവ് എച്ച് പി എന്നാണെങ്കിൽ അപ്പോൾ എബവ് എച്ച് പി ആണ് നമ്മൾ മുകളിലേക്ക് വരച്ചു. വി യൂണിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്, അപ്പോൾ ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ താഴേക്ക് വരയ്ക്കുന്നു. അപ്പോൾ എബവ് എച്ച് പി എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് വരയ്ക്കും, ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് വരയ്ക്കും. ബിലോ എച്ച് പി എന്നാണ് പറയുന്നത് നമ്മൾ താഴത്തേക്ക് വരയ്ക്കും, പിന്നെയോ ബിഹൈൻഡ് വി പി എന്നാണെങ്കിൽ മുകളിലേക്ക് വരയ്ക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതൊരു ക്രൂഷ്യൽ പോയിന്റ് ആണ്, എല്ലാ പ്ലെയിനിലും ഇത് അപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് ഈ ക്വസ്റ്റൻ അല്ല, നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ തേർഡ് ആംഗിളിൽ നിന്നും ഫസ്റ്റ് ആംഗിളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയണ പോയിന്റ് ഈസ് എബവ് എച്ച് പി എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് പറയണം എന്താണ് ഈ ബിഹൈൻഡ് വി പി എന്ന് പറയണം. രണ്ട് കേസിലും പോയിന്റിന്റെ പ്രൊജക്ഷൻ എവിടെയായിരിക്കും, പ്രൊജക്ഷൻ പോയിന്റ് എബവ് എക്സ് വൈ ലൈൻ. ഓക്കെ, അതായത് ഇത് രണ്ടും ഒരുമിച്ച് തരുന്നല്ല കേട്ടോ. നമുക്ക് നേരത്തെ ക്വസ്റ്റനിൽ എബവ് എച്ച് പിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കേസ് നോക്കുക, എബവ് എച്ച് പി എന്നാണെങ്കിൽ ആ പോയിന്റിനെ എബവ് എച്ച് പി നമ്മൾ വരയ്ക്കുന്നത് വി പിയിലാണ്, അതിൽ വരയ്ക്കുക. അപ്പോൾ എന്താണ് പ്രൈം ഫ്രണ്ട് വ്യൂ അല്ലേ, ഫ്രണ്ട് വ്യൂ എവിടെ ഇരിക്കും, മുകളിലിരിക്കും, എക്സ് വൈ ലൈൻ്റെ മുകളിലിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ഈസ് എന്ത് പറയാണ്, ബിലോ എച്ച് പി പിന്നെയോ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇതിൽ ഒന്നുകിൽ രണ്ടും വരാം. ഏതാണ് ഈ പറഞ്ഞ ഈ രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നത് ഏതാണ്, എബോ എച്ച് പിയും ബിഹൈൻഡ് വി പി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇതോ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, ബിലോ എച്ച് പിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയും. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ വരാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരാം, എബോ എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഈ ക്വസ്റ്റനിൽ വന്ന പോലെ വരാം. ഓക്കെ, അപ്പം അത് വെച്ച് നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, ഇത് ഹോംവർക്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താണ്, ബിലോ എച്ച് പിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പിയും ആണ് എങ്കിൽ നമുക്ക് എന്താ പറയാം, പ്രൊജക്ഷൻ പോയിന്റ് എന്താണ്, ബിലോ എക്സ് വൈ ലൈൻ. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാ കേസിനും, ഫസ്റ്റിനും തേർഡിനും മാത്രമല്ല സെക്കൻഡിനും ഫോർത്തിനും അപ്ലിക്കബിൾ ആണ്. ഇതെല്ലാ കേസിനും അപ്ലിക്കബിൾ ആണ്. ഫസ്റ്റിനും തേർഡിനും മാത്രമല്ല, ഏതിനും അപ്ലിക്കബിൾ ആണ്, സെക്കൻഡിനും ഫോർത്തിനും അപ്ലിക്കബിൾ ആണ്. ഏത് പ്രൊജക്ഷനും അപ്ലിക്കബിൾ ആണ്. ഇനി ലൈൻ പ്രൊജക്ട് ചെയ്യുന്ന നേരത്തെ നമ്മൾ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ സംഭവം. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട്, ഈ രണ്ട് കാര്യം വെച്ചിട്ട് നമുക്ക് ഈ ഹോംവർക്ക് ക്വസ്റ്റൻ സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് എക്സ് വൈ ലൈൻ ആദ്യം തന്നെ വരയ്ക്കുക. ഓക്കെ, ഇവിടെ നോക്കുക, ബിലോ എച്ച് പി ആണ് അല്ലെ, അപ്പൊ ആ പ്രൊജക്ഷൻ എന്താ വരിക, താഴത്തേക്ക് വരും. ഓക്കെ, ഏത് 25 mm എന്നുള്ളത് താഴത്തേക്ക് വരും. ഓക്കെ, 25 mm എന്നുള്ളത് എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ഇതിലവർക്ക് നമ്മൾ വി പിയിലാണ്, ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് പോയിന്റ് കെ പ്രൈം എന്ന് പറയും. ഓക്കെ, എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ അവർക്ക് വി പിയിലാണ് അല്ലെ, കെ പ്രൈം എന്ന് പറയും. ഓക്കെ, പിന്നെ പറയുന്നത് ബിഹൈൻഡ് വി പി. ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ താഴത്തേക്കാണ് വരേണ്ടത്, ബിഹൈൻഡ് വി പി ആണെങ്കിൽ മുകളിലേക്കാണ് വരേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, മുകളിലേക്ക് വരച്ചു. എത്ര യൂണിറ്റ്, ഇത് 50 ആണ് അല്ലെ, ഇത് എത്രയാണ്, 50 ആണ്, 50 യൂണിറ്റ്. ഓക്കെ, നമുക്കറിയാം നമ്മൾ വി പി എന്നുള്ള ഡിസ്റ്റൻസ് വരയ്ക്കുക എച്ച് പിയിലാണെങ്കിൽ എന്താണ്, അത് ടോപ്പ് വ്യൂ ആണ്, അപ്പോൾ പ്രൈമിന്റെ ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അത് സംശയമില്ലല്ലോ. ഇനി ഇതേ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊസീജിയർ വെച്ച് ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. ഏത് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലായി, തേർഡ് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലായി.
തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് തേർഡ് ക്വാഡ്രന്റ് എന്ന് വെച്ചത്? ബിലോ HP ആണ്, ബിഹൈൻഡ് VP ആണ്, തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ് HP മുകളിൽ VP താഴെ. ഓക്കെ, അപ്പൊ ഇവിടെ ഫ്രണ്ട് വ്യൂ വരും. ഓക്കെ, സോറി, എന്താണ് HP-യിൽ നമ്മുടെ ടോപ്പ് വ്യൂ വരും, ഫ്രണ്ട് അല്ല, ടോപ്പ് വ്യൂ വരും. HP-യിൽ വരുന്നത് എന്താണ്? ടോപ്പ് വ്യൂ ആണ്. VP-യിൽ വരുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. അതിലൊരു മാറ്റം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ടോപ്പ് വ്യൂ വന്നു, ഇവിടെ ഫ്രണ്ട് വ്യൂ വന്നു. അതെപ്പോഴും അങ്ങനെ തന്നെ, യൂണിവേഴ്സലി അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? നടുക്കൊരു പോയിന്റ് എടുക്കുന്നു. ഓക്കെ, HP-യിലേക്കാണ് വരയ്ക്കുന്നതെങ്കിൽ VP എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തു. VP എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 50 mm ആണ്. ബിഹൈൻഡ് VP ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ HP ഞാൻ എന്ത് ചെയ്തു? VP എന്നുള്ള ഡിസ്റ്റൻസ് വരച്ചു. ഓക്കെ, അതിന് ഞാൻ എന്ത് ചെയ്തു? ടോപ്പ് വ്യൂ ആയതുകൊണ്ട് പ്രൈമിന്റെ ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്തു? 50 എന്നിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, 50 എന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതെന്ത് ചെയ്യുന്നു? VP-യിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ HP എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു നമ്മൾ. എത്രയാണത്? 25 ആണത്. ഓക്കെ, ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് തന്നെ പ്രൈം കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ 25 എന്ന് മാർക്ക്. നമ്മൾ ഇത്രയും നേരം പഠിച്ചു വെച്ചത് നമ്മൾ വരച്ചത് ഇതാണ്. നമ്മൾ ഇപ്പൊ പഠിച്ച ട്രിക്ക് വെച്ചിട്ട്, ആ ഷോർട്ട് കട്ട് വെച്ചിട്ട് സെക്കൻഡ്സിനുള്ളിൽ വരച്ചത് ഇങ്ങനെയാണ്. രണ്ടും സെയിം തന്നെയല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ VP-യിലാണെങ്കിൽ എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ്. VP-യിലായതുകൊണ്ട് HP-യിലാണെങ്കിൽ എന്താണ്? ടോപ്പ് വ്യൂ. ക്ലിയർ അല്ലേ? ഇത് സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. ഓക്കെ, ചെയ്തോളാം. ഇത് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ ഇന്ന് വരയ്ക്കുന്ന എല്ലാ പ്രോബ്ലംസും സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് വരയ്ക്കുന്ന എല്ലാ ഫിഗേഴ്സും സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ക്രിട്ടിക്കൽ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനിലേക്ക് പോകാം. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കുക, എവിടെയാണ് ഉണ്ടാവുക? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഉണ്ടാവുക. ഇതാണ് സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അതായത് ബിഹൈൻഡ് VP, ഇത് VP ആണ്. ബിഹൈൻഡ് VP, പിന്നെയോ ഈ അബവ് HP, ഇത് HP ആണ്. അപ്പൊ പോയിന്റ് എവിടെയാണ് ഉണ്ടാവുക? എന്താണ് കോഡ്? എന്താണ്? അപ്പൊ നമുക്ക് ബിഹൈൻഡ് VP ആയിരിക്കും. പിന്നെയോ ഈ അബവ് HP ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ പഠിച്ച കോഡ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ പഠിച്ച ട്രിക്ക് പ്രകാരം എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. എന്താണ്? എ പോയിന്റ് A ഈസ് H യൂണിറ്റ് above HP and V unit behind VP. ഓക്കെ, ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ പഠിച്ച ഈ ട്രിക്ക് പ്രകാരം ഓക്കെ, എന്താണ്? എബവ് HP ആണ് എങ്കിൽ എവിടേക്ക് വരയ്ക്കും? നമ്മളത് മുകളിലേക്ക് വരയ്ക്കും അല്ലേ? മുകളിലേക്ക് വരച്ചു. ഓക്കെ, എന്ത് ചെയ്തു? H യൂണിറ്റ് എന്ന് നമ്മളതിനെ മാർക്ക് ചെയ്തു. ഓക്കെ, അതിനെന്ത് ചെയ്തു? നമ്മൾ H യൂണിറ്റ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ HP എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇതിനെ വരയ്ക്കുക. HP എന്നുള്ള ഡിസ്റ്റൻസ് VP-യിലാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് വേണം? HP എന്നുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ്, പ്രൈം വേണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? A പ്രൈം എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനിയോ ബിഹൈൻഡ് VP നമ്മൾ പഠിച്ചു. ഇൻ ഫ്രണ്ട് ഓഫ് VP ആണെങ്കിൽ നമ്മൾ താഴത്തേക്ക് വരയ്ക്കുക എന്ന് പഠിച്ചു. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ബിഹൈൻഡ് VP ആണ്. ബിഹൈൻഡ് VP ആണെങ്കിൽ എങ്ങോട്ടാണ് വരയ്ക്കേണ്ടത്? മുകളിലേക്കാണ് വരയ്ക്കേണ്ടത് അല്ലേ? ബിഹൈൻഡ് VP ആണെങ്കിൽ നമ്മളത് മുകളിലേക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതേ പോയിന്റ് കണ്ടിന്യൂഷൻ, ഈ പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? XY ലൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ XY ലൈൻ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ? വേണമെങ്കിൽ വേറെ കളറിൽ നമുക്കത് വരയ്ക്കാം. XY ലൈനിൽ തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നു. എവിടുന്ന്? XY ലൈനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് കൂടെ തന്നെ ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണം. മുകളിലേക്ക് പോയി എന്ത് ചെയ്യുന്നു? നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഏതാണ് മാർക്ക് ചെയ്യുന്നത്? നമ്മുടെ A എന്ന് പറയുന്ന VP എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഏതിലാണ് വരയ്ക്കുന്നത്? HP-യിലാണ് വരയ്ക്കുന്നത്. HP-യിൽ എന്താ ഉണ്ടാവുക? ടോപ്പ് വ്യൂ ഉണ്ടാവുക. ടോപ്പ് വ്യൂ എന്താ ആവശ്യമില്ല? പ്രൈം ആവശ്യമില്ല. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എത്രയാണ്? B ആണ്. അപ്പൊ ഇതാണ് നമ്മൾ എന്തെന്ന് വരച്ചത്? നമ്മൾ പഠിച്ച ട്രിക്ക് എന്ന് വരച്ചത്. അതായത് എബവ് HP-യും ബിഹൈൻഡ് VP-യും എന്ന് പറയുന്ന സംഭവത്തിന് രണ്ടിനും എന്ത് തന്നെയാണ്? എബവ് XY ലൈനിലാണ് നമ്മുടെ ഏത് വരയ്ക്കേണ്ടത്? പ്രൊജക്ഷൻ പോയിന്റ് വരയ്ക്കേണ്ടത്. ആ പഠിച്ച ട്രിക്ക് പ്രകാരമാണ് നമ്മൾ ഇത് വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് പോയിന്റും എവിടെയാണ്? XY ലൈനിന്റെ മുകളിലായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത് H എന്നും ഇത് V എന്നും നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ
യൂഷ്വൽ എന്താണ് രീതിയിൽ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നേരത്തെ പഠിച്ച കാര്യങ്ങൾ പോലെ ഇത് നമ്മുടെ യൂഷ്വൽ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചു വെച്ചു. ഓക്കെ, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ, അതൊന്നും എനിക്ക് ആ കോഡൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്ത് ഈ പറയുന്ന ഇത്രയും കോഡൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. നമുക്ക് ആ ട്രിക്കിൽ കൂടെ വരയ്ക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എവിടെ എൻ്റെ പോയിന്റ് വന്നത്? ബിഹൈൻഡ് വി പി പിന്നെയോ എബവ് എച്ച് പി. ഇപ്പം ഇങ്ങനെയാണ് വരിക അല്ലേ. നമ്മുടെ മറ്റുള്ള ക്വാഡ്രൻസ് ഒക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ. ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. ഓക്കെ, മറ്റുള്ള ക്വാഡ്രൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എച്ച് പി ആണ്, ഇത് വി പി തന്നെയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. ഓക്കെ, ഇപ്പോൾ ഇരിക്കുന്ന ഇതിലാണ് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു? അതിനെ പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇവിടുത്തെ ക്വസ്റ്റ്യൻ എച്ച് എം എം എബവ് എച്ച് പി ആണ്, പിന്നെ ഡി എം എം ബിഹൈൻഡ് വി പി ആണ്. എച്ച് എം എം എബവ് എച്ച് പിയും ഡി എം എം അല്ലെങ്കിൽ ഡി യൂണിറ്റ് ബിഹൈൻഡ് വി പി ആണ്. ഞാൻ പ്രൊജക്ട് ചെയ്യുന്നു അല്ലെ. ഞാൻ ഇവിടെ നോക്കുന്ന ഫ്രണ്ട് വ്യൂ എനിക്കിത് ഇവിടെ കിട്ടി, എച്ച് ഡിസ്റ്റൻസിൽ കിട്ടി. ടോപ്പ് വ്യൂവോ എനിക്ക് ഇവിടെ കിട്ടി അല്ലേ. ഇവിടെയാണ് ടോപ്പ് വ്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോപ്പ് വ്യൂ, എ എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഫ്രണ്ട് വ്യൂ, എ പ്രൈം എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഞാൻ നോക്കുന്ന നേരത്ത് ഞാൻ ഈ പോയിന്റിനെ ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്തു, പോയിന്റിനെ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്തു, ഇവിടത്തേക്ക് പ്രൊജക്ട് ചെയ്തു. ഇവിടത്തേക്ക് പ്രൊജക്ട് ചെയ്തപ്പോൾ ടോപ്പ് വ്യൂ കിട്ടി, ഇവിടത്തേക്ക് പ്രൊജക്ട് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടി. ഓക്കെ, ഞാൻ ഇവിടെ നിന്നാണ് നോക്കുന്നത്. സ്ക്രീൻ ഇവിടെ തന്നെ, ഇവിടെ മാത്രമാണ് സ്ക്രീൻ ഉള്ളത്. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് ഈ സ്ക്രീനിലേക്ക് ഞാൻ പ്രൊജക്ട് ചെയ്തു. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്തു? ഇതിനെ ക്ലോക്ക് വൈസ് ഞാൻ റൊട്ടേറ്റ് ചെയ്തു. ആരെ? എൻ്റെ എച്ച് പിയെ ഞാൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഈ എച്ച് പിയും വി പിയും കോയിൻസൈഡ് ചെയ്തു അല്ലെ. എച്ച് പിയും വി പിയും കോയിൻസൈഡ് ചെയ്തു. ഈ നീലിൽ ഞാൻ വരച്ചിരിക്കുന്നത് എൻ്റെ എച്ച് പി ആണ്. അപ്പോൾ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷനിൽ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു എച്ച് പിയും വി പിയും കോയിൻസൈഡ് ചെയ്തു. കോയിൻസൈഡ് ചെയ്തു എന്ന് മാത്രമല്ല ഇവിടെയുള്ളത് എബവ് എച്ച് വൈ ലൈനിന്റെ മുകളിലായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ പിക്ചോറിയലായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എക്സ് വൈ ലൈനിന്റെ മുകളിലായിട്ട് എനിക്ക് എന്ത് കിട്ടി? ഇത് എ പ്രൈം എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഓക്കെ, എൻ്റെ എ പ്രൈം എന്ന് പറയുന്ന പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, പിന്നെയോ ഡി യൂണിറ്റ് മുകളിലായിട്ട് എ എന്ന് കിട്ടി. ഇത് താഴെ ആവാം കേട്ടോ, വേണമെങ്കിൽ ഇങ്ങനെയും ആവാം. ഓക്കെ, ഈ പറയുന്ന സാധനം എന്താവാം? എ പ്രൈം ആവാം, ഈ പറയുന്ന എ ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദ ലെങ്ത് എച്ച് ആൻഡ് ഡി. എച്ച് ഡിയേക്കാൾ കൂടുതലാണെങ്കിൽ ഈ പറയുന്ന പോയിന്റ് മുകളിൽ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പഠിച്ചതും ഈ പറയുന്ന ട്രിക്കിൽ കൂടെ പഠിച്ചതും എന്താണ്? ഒരേ കാര്യമാണ്. ക്ലിയർ അല്ലേ? രണ്ടിനും ഒരേ ഉത്തരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എച്ച് പി ആൻഡ് വി പി. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എച്ച് പി ആൻഡ് വി പി എവിടെയായിരിക്കും? കോയിൻസൈഡ് ചെയ്യും. ഓക്കെ, എവിടെയായിരിക്കും കോയിൻസൈഡ് ചെയ്യുന്നത്? എബവ് എക്സ് വൈ ലൈനിലായിരിക്കും. എച്ച് പിയും വി പിയും ഒരേ പ്ലെയിനിലായിരിക്കും ഉണ്ടാവുക. എവിടെയാണ്? എക്സ് വൈ ലൈനിന്റെ മുകളിലാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ. ക്ലിയർ അല്ലേ ആ കാര്യം? സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിക്കും സോൾവ് ചെയ്യാം. ഒന്ന് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം, മറ്റത് എന്ത് ചെയ്യാം? നമ്മുടെ യൂഷ്വൽ പ്രൊസീജിയർ വെച്ചിട്ട് സോൾവ് ചെയ്യാം. ആദ്യം നമ്മൾ എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നു. എക്സ് വൈ ലൈൻ ഇതാണ്. ഓക്കെ, എക്സ് വൈ ലൈൻ ഇതാണ്. എന്താ പറയുന്നത്? ഡ്രോ ദി പ്രൊജക്ഷൻ ഓഫ് എ പോയിന്റ് 20 mm എബവ് എച്ച് പി. അപ്പോൾ 20 mm എബവ് എച്ച് പി എന്ന് മാർക്ക് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എക്സ് വൈ ലൈനിന്റെ മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്തു? 20 mm എടുത്തു. 20 mm എടുത്തു. 20. ഓക്കെ, നമുക്കറിയാം എന്താണ് എച്ച് പി എന്ന് പറയുന്നത്. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ വി പിയിലാണ് മാർക്ക് ചെയ്യുക. വി പിയിൽ ഫ്രണ്ട് വ്യൂ ഉള്ളത്. അപ്പോൾ എ പ്രൈം എന്ന് കൊടുക്കണം. എ പ്രൈം എന്ന് കൊടുത്തു. ഇനിയോ 25 mm ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോഴും എക്സ് വൈ ലൈനിന്റെ മുകളിലാണ്. നമ്മൾ എന്ത് ചെയ്തു? മുകളിലേക്ക് എടുത്തു. ഓക്കെ, എത്രയാണത്? 25 mm ആണ്. ഓക്കെ, 25 mm. വി പി എന്നുള്ള ഡിസ്റ്റൻസ്. വി പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യുക എച്ച് പിയിലാണ്. എച്ച് പിയിൽ ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ആണെങ്കിൽ പ്രൈമിന്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഉത്തരം കിട്ടി. വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് യൂഷ്വൽ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് കിട്ടിയ ഉത്തരം. ഇനി യൂഷ്വൽ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ യൂഷ്വൽ പ്രൊസീജിയർ പ്രകാരം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഇടതുവശത്ത് എഴുതി വെക്കുന്നു. എന്താണ്? എബവ് എച്ച് പി പിന്നെയോ ബിഹൈൻഡ് വി പി. എബവ് എച്ച് പി ആണ്, ബിഹൈൻഡ് വി പി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് മനസ്സിലായി. ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ. സെക്കൻഡ് ആംഗിൾ
പ്രൊജക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? അപ്പോൾ സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ്. ഓക്കെ, സംശയമില്ലല്ലോ. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ എച്ച് പി ആൻഡ് വി പി കോയിൻസൈഡ്. അപ്പോൾ എച്ച് പിയും വി പി എവിടെ ആയിരിക്കും? എച്ച് പി ആൻഡ് വി പി എവിടെയായിരിക്കും? എബവ് എക്സ് വൈ ലൈൻ. അതാണ് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷന്റെ പ്രത്യേകത അല്ലെ? എച്ച് പി ആൻഡ് വി പി എബവ് എക്സ് വൈ ലൈൻ ആണ്. നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ ഈ കാര്യം പറഞ്ഞാൽ. ഓക്കെ, പിന്നെയോ എബവ് എക്സ് വൈ ലൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എച്ച് പിയും വി പിയും എബവ് എക്സ് വൈ ലൈൻ ആണ്. എക്സ് വൈ ലൈൻ ആയതുകൊണ്ട് നമ്മൾ അടുത്ത പോയിന്റ് എഴുതുന്നു. എക്സ് വൈ ലൈൻ ആയത് കൊണ്ടോ നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടും നമ്മൾ എന്ത് അടുത്ത പോയിന്റ് എഴുതുന്നു? ഡിസ്റ്റൻസ് ഫ്രം വി പി. ഡിസ്റ്റൻസ് ഫ്രം വി പി എത്രയാണ്? ഡിസ്റ്റൻസ് ഫ്രം വി പി? ഡിസ്റ്റൻസ് ഫ്രം വി പി 25 mm. അടുത്ത ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി. ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി എത്രയാണ്? ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി 20 mm. ഓക്കെ, നമ്മൾ യൂഷ്വൽ പ്രൊസീജിയർ എടുക്കുന്നു. ഓക്കെ, നമ്മൾ എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? സ്കെയില്, എല്ലാത്തിനും സ്കെയിൽ എഴുതണം കേട്ടോ. ഇതിലും സ്കെയിൽ എഴുതണം, ഇതിലും എന്ത് എഴുതണം? ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്ന് എഴുതണം. ആർ ഇൻ mm എന്ന് എഴുതണം. എല്ലാത്തിനും ആ സംഭവങ്ങളൊക്കെ എല്ലാത്തിനും ഉണ്ടാവണം കേട്ടോ. ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ സ്കെയിൽ എഴുതുന്നു. പറ്റിയ സ്കെയിൽ ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ 2:1 ആണ് സ്കെയില്. ഇപ്പോൾ 2:1 ആകുമ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യണം? 2:1 സ്കെയിൽ എടുത്തുകൊണ്ട് 25 × 2/1 എന്ന് ചെയ്യണം. 50 mm ഞാൻ മാർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ അവിടെ ഡയമെൻഷൻ മാർക്ക് ചെയ്യുമ്പോൾ എന്തേ ചെയ്യുള്ളൂ? 25 mm എന്ന് എഴുതുള്ളൂ. ഇത് 40 mm ആണ് ഞാൻ വരയ്ക്കേണ്ടത്. പക്ഷെ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്തേ ചെയ്യുള്ളൂ? 20 mm എന്നേ മാർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? എച്ച് പിയും വി പിയും കോയിൻസൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ തന്നെയാണ് എച്ച് പി, ഇവിടെ തന്നെയാണ് വി പി. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മുടെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ആദ്യം ടോപ്പ് വ്യൂ നമ്മൾ മാർക്ക് ചെയ്യണം. ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുമ്പോൾ ഏതിലാണ് മാർക്ക് ചെയ്യണം? ടോപ്പ് വ്യൂ നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എച്ച് പിയിലാണ് മാർക്ക് ചെയ്യേണ്ടത്. എച്ച് പിയിലാണ് മാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി പി എന്നുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ നമ്മൾ എന്തെടുത്തു? 25, അതായത് 50 mm എടുത്തു. കാരണം എന്താ? 2:1 നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു. 50 mm എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? എച്ച് പിയിൽ അത് മാർക്ക് ചെയ്തു, വി പി എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ എ ആണ് പോയിന്റ് എന്നുകൊണ്ട് എച്ച് പിയിലായതുകൊണ്ട് തന്നെ എ എന്ന് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം എന്താ? ടോപ്പ് വ്യൂവിന് പ്രൈം ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തു? ഈ സാധനത്തിനൂടെ എത്രയാണെന്ന് മാർക്ക് ചെയ്തു? 25 mm എന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? വി പിയിൽ മാർക്ക് ചെയ്യാൻ പോവാണ്. വി പിയിൽ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ വി പിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഇതേ പോയിന്റ് നമ്മൾ മുകളിലേക്ക് എടുക്കുന്നു. എത്ര എടുത്തു? 20 യൂണിറ്റ് എടുത്തു. അതായത് 40 mm എടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് എഴുതുള്ളൂ? 20 എന്ന് എഴുതുള്ളൂ. ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് തന്നെ എ പ്രൈം എന്ന് ഇട്ടു. ഓക്കെ, ഓക്കെ, നോക്കിക്കേ. ഇനി എന്തായിരുന്നു? ഓൾ ഡയമെൻഷൻസ് ആണ്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെ അല്ലേ? ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എടുത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരേ ഉത്തരമാണ് കിട്ടുക. ശ്രദ്ധിക്കാനുള്ളത് ഈ ലൈൻ, ഒറ്റ ലൈനേ ഇവിടെ പാടുള്ളൂ. ഈ പറയുന്ന ഒറ്റ ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ മുകളിലേക്ക് പോകും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന മുകളിലേക്കും താഴേക്ക് എടുക്കുമ്പോഴും ഈ ലൈനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ താഴത്തേക്കും വരയ്ക്കുന്നത് അല്ലേ? അപ്പോൾ മുകളിലേക്കും വരയ്ക്കുമ്പോൾ ആ ലൈനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരയ്ക്കണം. ഓക്കെ, സംശയമില്ല എന്ന് തോന്നുന്നു. കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്തിട്ട് ഒന്നും കൂടെ കണ്ട് എന്ത് ചെയ്യാം? ഈ സാധനങ്ങൾ ഒന്നും കൂടെ വരച്ചിട്ട്. ഓക്കെ, ഈ സാധനങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് പോസ് ചെയ്ത് വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വരച്ചെടുക്കാം. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത രണ്ടും നമുക്ക് ട്രിക്ക് പ്രകാരം പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതുമ്പോൾ എച്ച് പി ഡിസ്റ്റൻസ്, വി പി ഡിസ്റ്റൻസ് ഇത്രയാന്നൊക്കെ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, ഞാനത് ട്രിക്ക് പ്രകാരം നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ആദ്യം നമ്മൾ എക്സ് വൈ ലൈൻ വരച്ചു. എക്സ് വൈ ലൈൻ നമ്മൾ വരയ്ക്കും. ഓക്കെ, എക്സ് വൈ ലൈൻ വരച്ചതിന് ശേഷം എത്രയാണ്? എബോവ് എച്ച് പി ആണ്, ബിഹൈൻഡ് വി പി ആണ്. ഓക്കെ, എബോവ് എച്ച് പി ആണെങ്കിൽ എക്സ് വൈ ലൈൻ്റെ മുകളിലേക്ക്, ബിഹൈൻഡ് വി പി ആണെങ്കിലും എക്സ് വൈ ലൈൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എബോവ് എച്ച് പി മുകളിലേക്ക് വരച്ചു. എത്രയാണ്? 35 mm മുകളിലേക്ക് വരച്ചു. ഓക്കെ, 35 mm നമ്മൾ മുകളിലേക്ക് വരച്ചു. അപ്പോൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ വി പിയിലാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം വി പിയിൽ എന്താ ഉള്ളതെന്ന് അറിയാം, ഫ്രണ്ട് വ്യൂ ഉള്ളതെന്ന് അറിയാം. അപ്പോൾ പോയിന്റ് സി പ്രൈം എന്ന് പറഞ്ഞു. ഓക്കെ, അതിനുശേഷം എന്താണ്? ബിഹൈൻഡ് വി പി, അതും എന്താണ്? എക്സ് വൈ ലൈൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരയ്ക്കുക. കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ വരച്ചിട്ട് ഓക്കെ, നമ്മൾ എന്തെടുക്കുന്നു? ആ പോയിന്റ് എടുക്കും. ഓക്കെ, എത്ര ഡിസ്റ്റൻസിലാണുള്ളത്? 15 mm ഡിസ്റ്റൻസിലാണുള്ളത്. 15 mm. ഓക്കെ, നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നു? വി പി എന്നുള്ള ഡിസ്റ്റൻസ് എച്ച് പിയിലാണ്, എച്ച് പിയിലെ ടോപ്പ് വ്യൂ ആണ്, പ്രൈം ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഏതിൽ ട്രിക്ക് വഴി ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക?
നിങ്ങൾ ഡിസ്റ്റൻസ് ഇത്രയാണ്, പിന്നെ എച്ച് പിന്റെ എബവ് ആണ്, വി പിന്റെ ബിലോ ആണ്, സോറി വി പിന്റെ ബിഹൈൻഡ് ആണ്. അപ്പൊ തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ എച്ച് പി ആൻഡ് വി പി കോയിൻസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എബവ് എക്സ് വൈ ലൈൻ ആണ്. ഓക്കെ, പിന്നെ എച്ച് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് വി പി നടക്കുന്നു, വി പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എച്ച് പി നടക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഓക്കെ ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ, സംശയമില്ല എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അതാണ് എന്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സോറി 2 ക്വസ്റ്റ്യനേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഹോംവർക്ക് ആയി ചെയ്യും. ഓക്കെ, എല്ലാ പടവും നിങ്ങൾ വരച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. ഹോംവർക്ക് ആയി ചെയ്യുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. ഓക്കെ, ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇതാണ് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പൊ എന്താണ്? ബിലോ എച്ച് പി എന്നും, ഇത് എച്ച് പി ആണ്, ഇത് വി പി ആണ്. പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നത് പോയിന്റ് എവിടെയാണുള്ളത്? പോയിന്റ് എവിടെയാണ് ഉണ്ടാവുക? ബിലോ എച്ച് പി എന്നും, പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു? എച്ച് പിയെ റൊട്ടേറ്റ് ചെയ്യണം എങ്ങനെ? ക്ലോക്ക് വൈസ്. അപ്പോൾ എച്ച് പിയും വി പിയും കോയിൻസൈഡ് ചെയ്യും. എവിടെ കോയിൻസൈഡ് ചെയ്യും? എച്ച് പിയും വി പിയും എക്സ് വൈ ലൈനിന്റെ താഴെ കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ എച്ച് പി ആൻഡ് വി പി ബിലോ എക്സ് വൈ. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു പടം വെച്ച് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ ബിലോ എച്ച് ഡിസ്റ്റൻസ് ബിലോ എച്ച് പി ആണ്, പിന്നെ ഡി ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അപ്പൊ ഇത് ഡി ഡിസ്റ്റൻസ് ആണ് അല്ലെ? ഇതിങ്ങോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്, പിന്നെ ബിലോ എച്ച് പി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊജക്ഷൻ എടുക്കണം. ഈ പോയിന്റ് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കിട്ടി, ഫ്രണ്ട് വ്യൂ എനിക്ക് ഇവിടെ കിട്ടി. ഈ പോയിന്റിനെ ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന എച്ച് പിയിൽ എനിക്ക് ഇവിടെ കിട്ടി, എച്ച് പിയിൽ എനിക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഈ പോയിന്റ് ഞാൻ ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്തു, എത്ര ഡിസ്റ്റൻസിൽ? എച്ച് ഡിസ്റ്റൻസിൽ പ്രൊജക്ട് ചെയ്തു. ഓക്കെ, ഈ പോയിന്റ് ഞാൻ ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്തു, ഡി എനിക്ക് കിട്ടി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് എച്ച് ആണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് ഡി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ടേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് എച്ച് ആണ്, ഈ ഡിസ്റ്റൻസ് ഡി ആണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവനെ റൊട്ടേറ്റ് ചെയ്യണം. ആരെ? എച്ച് പിയെ റൊട്ടേറ്റ് ചെയ്യണം. എങ്ങനെ? ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന നേരത്ത് എന്താ സംഭവിക്കുക? എച്ച് പിയെ ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന നേരത്ത് എന്താ സംഭവിക്കുക? എച്ച് പിയെ ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? എനിക്ക് ഇവിടെ എനിക്ക് എച്ച് പി കിട്ടും, ഇവിടെ തന്നെ എനിക്ക് എന്ത് കിട്ടും? എച്ച് പി കിട്ടും അല്ലേ? എച്ച് പിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ എനിക്ക് എന്ത് കിട്ടുന്നു? എച്ച് പി കിട്ടുന്നു. ഒന്നുകൂടെ അത് ചെയ്യാം. എച്ച് പി ഞാൻ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. എച്ച് പി എന്തായി? താഴത്തേക്ക് വന്നു അല്ലേ? ഇപ്പം എന്തായി? വി പിയുടെ അതേ പ്ലെയിനിൽ ആര് വന്നു? എൻ്റെ എച്ച് പി വന്നു. ഇതാണ് എച്ച് പി. ഓക്കെ, അപ്പോൾ എക്സ് വൈ ലൈനിൻ്റെ താഴെ നമ്മൾ നേരെ പറഞ്ഞ പോലെ എന്താണ്? എക്സ് വൈ ലൈൻ ഇതാണ് എങ്കിൽ എക്സ് വൈ ലൈനിൻ്റെ താഴെയാണ് എന്ത് വരുന്നത്? എച്ച് പിയും ബി പിയും വരുന്നത്. ഓക്കെ, അതായത് സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? എൻ്റെ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എൻ്റെ ഏത് വരുന്നത്? തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ വരുന്നത്. സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? എൻ്റെ ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ ഈ ഫിഗർ നമുക്ക് മനസ്സിലാകും. രണ്ടും എന്താണ്? എക്സ് വൈ ലൈനിൽ താഴെയാണുള്ളത്. അതേപോലെ എന്താണ്? ആദ്യം നമ്മുടെ ബിലോ എച്ച് പി ആയതുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ഞാൻ താഴത്തേക്ക് വരച്ചു. ഓക്കെ, പിന്നെയോ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആയതുകൊണ്ട് അതും ഞാൻ എന്ത് ചെയ്തു? താഴത്തേക്ക് വരച്ചു. വി പിയിലുള്ളത് എന്താണ്? ടോപ്പ് വ്യൂ ആണ്. എച്ച് പിയിലുള്ളത് എന്താണ്? എന്താണ്? വി പിയിലുള്ള ഡിസ്റ്റൻസ് ഞാൻ വരയ്ക്കുന്നത് എച്ച് പിയിലാണ്. എച്ച് പിയിലുള്ള ടോപ്പ് വ്യൂ ആണ്. എച്ച് പിയിലുള്ള ഡിസ്റ്റൻസ് ഞാൻ വരയ്ക്കുന്നത് വി പിയിലാണ്. വി പിയിലുള്ളത് ഫ്രണ്ട് വ്യൂ ആണ്. അതുകൊണ്ട് പ്രൈം കൊടുക്കുന്നു, ഇവിടെ പ്രൈം കൊടുക്കുന്നില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? അത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി എക്സ് വൈ ലൈനിന്റെ താഴെയാണ് ഇവൻ ഉണ്ടാവുക. എച്ച് പിയും ബി പിയും കോയിൻസൈഡ് ചെയ്യുന്നു. വി പി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് എച്ച് പിയിലാണ് ഉണ്ടാവുക, എച്ച് പിയിലെ ടോപ്പ് വ്യൂ ആണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് എന്താ ആവശ്യമില്ല? പ്രൈം ആവശ്യമില്ല. ഇനി എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ അത് വി പിയിലാണ് ഉണ്ടാവുക. വി പിയിൽ എന്താ ഉണ്ടാവുക? ഫ്രണ്ട് വ്യൂ ആണ് ഉണ്ടാവുക. അപ്പോൾ പ്രൈം ആവശ്യം. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ആ ട്രിക്ക് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഓക്കെ, പിന്നെ എന്തും ചെയ്യാം? നമുക്ക് നമ്മുടെ സാധാരണ രീതിക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യും. ഓക്കെ, യെസ്. അപ്പോൾ എന്താ പറയുന്നത്? എക്സ് വൈ ലൈൻ വരയ്ക്കും. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എക്സ് വൈ ലൈൻ വരയ്ക്കും. പിന്നെയോ പോയിന്റ് ബി ആണെന്ന് മനസ്സിലാക്കി. പിന്നെ 15 mm ബിലോ എച്ച് പി. ബിലോ എച്ച് പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴത്തേക്ക് വരയ്ക്കേണ്ടത്. ബിലോ എച്ച് പി 15 mm നമ്മൾ വരച്ചു. ഓക്കെ, ഇത് എത്രയാണ്? 15 mm ആണ്. ഓക്കെ, ഇത് 15 mm.
50 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഏതിലാണ് മാർക്ക് ചെയ്യുക? വി പിയിലാണ് മാർക്ക് ചെയ്യുക. വി പിയിൽ എന്താ ഉണ്ടാവുക? വി പിയിൽ ഫ്രണ്ട് വ്യൂ ആണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നതിനെ പ്രൊജക്ട് ബി ആണ് ബി പ്രൈം എന്ന് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ പ്രൈം വേണം. ഓക്കെ. ഇനി ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? താഴത്തേക്ക് തന്നെ വരയ്ക്കണം. എത്രയാണ്? 35 mm താഴത്തേക്ക് ഞാൻ വരയ്ക്കണം. ഓക്കെ. 35 mm ഞാൻ താഴത്തേക്ക് വരച്ചു. പ്രൊജക്ടർ ഇട്ടു. എന്ത് ചെയ്യുന്നു? 35. ഓക്കെ. 35. ഇവിടെ എല്ലാം സ്കെയിലും നമ്മൾ എഴുതണം. എന്തെഴുതണം? ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm എന്നുള്ള കാര്യം എഴുതണം. ഓക്കെ. ഇപ്പോൾ വി പി എന്നുള്ള ഡിസ്റ്റൻസ് ഞാൻ എച്ച് പിയിലാണ് വരയ്ക്കുക. എച്ച് പിയിൽ ടോപ്പ് വ്യൂ ഉണ്ടാവുക. അതുകൊണ്ട് പ്രൈം ആവശ്യം. ക്ലിയർ അല്ലേ ഇത്? ഇനി എന്ത് ചെയ്യുന്നു? ഇനി നമ്മുടെ യൂഷ്വൽ രീതി, കൺവെൻഷണൽ രീതിയിൽ നമ്മൾ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ബിലോ എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതായത് ഏതാണ്? ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ. ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ ആണ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു? ഫോർത്ത് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ എന്താണ്? എച്ച് പി ആൻഡ് വി പി ബിലോ എക്സ് വൈ ലൈൻ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ബിലോ എക്സ് വൈ ലൈൻ. എച്ച് പി ആൻഡ് വി പി ബിലോ എക്സ് വൈ ലൈൻ. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം വി പി. ഡിസ്റ്റൻസ് ഫ്രം വി പി എത്രയാണ്? ഡിസ്റ്റൻസ് ഫ്രം വി പി 35 mm ആണ്. ഓക്കെ. അടുത്തതോ? ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി. ഡിസ്റ്റൻസ് ഫ്രം ഓക്കെ, അത് എത്രയാണ്? അത് 15 mm ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് വൈ ലൈൻ വരയ്ക്കുന്നു. നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നു? വി പിയും എച്ച് പിയും എക്സ് വൈ ലൈനിന്റെ താഴെയാണെന്ന് പറയുന്നു. അതുകൊണ്ട് വി പിയും എച്ച് പിയും നമ്മൾ താഴത്തേക്കാണ് വരയ്ക്കുന്നത്. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു? വി പി എന്നുള്ള ഡിസ്റ്റൻസ് എച്ച് പിയിലാണ് വരയ്ക്കുന്നത്. എച്ച് പി താഴെയാണ്. അപ്പോൾ വി പി എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണത്? വി പി എന്നുള്ള ഡിസ്റ്റൻസ് 35 mm ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തു. എച്ച് പി താഴെ ആയതുകൊണ്ട് താഴത്തേക്ക് മാർക്ക് ചെയ്തു. ഓക്കെ. ഇത് മാർക്ക് ചെയ്യുന്നുണ്ട്. എച്ച് പിയിലാണ് നമ്മളിത് മാർക്ക് ചെയ്ത് എത്രയാണ്? 35. എച്ച് പിയിൽ ഉണ്ടാവുന്നത് എന്താണ്? എച്ച് പിയിൽ ഉണ്ടാവുന്നത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ആയതുകൊണ്ട് തന്നെ പ്രൈമിന്റെ ആവശ്യമില്ല. ഇനി എന്താണ്? എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ഇതിലാണ് മാർക്ക് ചെയ്യുക? വി പിയിലാണ് മാർക്ക് ചെയ്യുക. വി പി എവിടെയുള്ളത്? എക്സ് വൈ ലൈനിൽ താഴെയുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് വി പിയിൽ മാർക്ക് ചെയ്തു. എത്രയാണത്? 15 ആണത്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തു? 15 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ. 15 എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി നമ്മളിപ്പോൾ ഏതിലാണ് മാർക്ക് ചെയ്തത്? എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തത്. ഏതിലാണ്? വി പിയിലാണ് മാർക്ക് ചെയ്തത്. വി പിയിൽ എന്താ ഉണ്ടാവും? ഫ്രണ്ട് വ്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രൈം കൊടുക്കണം. ഓക്കെ. ഓക്കെ. രണ്ട് ഫിഗറും എന്താണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണം? ഇവിടെ സ്കെയിൽ എത്രയാണെന്ന് എഴുതണം. പിന്നെ എന്താ എഴുതണം? ഓൾ ഡയമെൻഷൻസ് ഇൻ mm എന്ന് എഴുതണം. സ്കെയിൽ എത്രയാണ്? നിങ്ങളുടെ ഇഷ്ടമാണ്. 1:1 എടുക്കാം, 2:1 എടുക്കാം. അതിനനുസരിച്ചിട്ട് ഈ ലെങ്ത് മാറുന്നേ ഉള്ളൂ. ഇവിടെ എഴുതുന്നത് മാറില്ല കേട്ടോ. എഴുതുന്നത് 35 15 തന്നെയാണ്. ഓക്കെ. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm. ഓക്കെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റൻ എഴുതാലോ. രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് പോസ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പറയുന്ന വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ. കണ്ടു നോക്കിയിട്ട് എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ. സംശയമൊന്നുമില്ലല്ലോ? യെസ്. അപ്പോൾ അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ഫോർത്ത് ക്വാഡ്രന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ പറയുന്ന സാധനത്തിനെ എന്ത് ചെയ്യാം? ട്രിക്ക് ഉപയോഗിച്ച് വരയ്ക്കാം. ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഏത് രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ എന്ത് എഴുതണം? തൽക്കാലത്തേക്ക് ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം വി പി, ഡിസ്റ്റൻസ് ഫ്രം എച്ച് പി, ഏത് ക്വാഡ്രന്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ഓക്കെ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് ഒന്നുകൂടെ എഴുതി വെച്ചേക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ക്രിട്ടിക്കൽ പോയിന്റ്. നമുക്ക് ഒന്നുകൂടെ എഴുതി വെച്ചു. ഓക്കെ. ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഓക്കെ. എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്? ഇഫ് എ പോയിന്റ് ഈസ് എന്താണ് എബവ് എച്ച് പി എന്ന് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലൈൻ എവിടെയാണ്? എബവ് എക്സ് വൈ അല്ലെ? പ്രൊജക്ഷൻ എവിടെയാണ്? എബവ് എക്സ് വൈ. ഓക്കെ. പിന്നെയോ ബിഹൈൻഡ് വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രൊജക്ഷൻ എവിടെയാണ്?
എബോവ് എക്സ് വരെയും തന്നെയാണ്. പിന്നെയോ ഇഫ് എ പോയിന്റ് ഈസ് ബിലോ എച്ച് പി എന്നും പിന്നെയോ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് തന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ രണ്ടും തന്നു കഴിഞ്ഞ് കഴിഞ്ഞാലോ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ എബോവ് എച്ച് പി എന്നും ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നുമാണ് പറയാം. അപ്പോൾ പ്രൊജക്ഷൻ എവിടെയായിരിക്കും? ഓഫ് പോയിന്റ്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ് എന്തായിരിക്കും? ബിലോ എക്സ് വരെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഓക്കെ, രണ്ടാമത്തെ ഭാഗം അടുത്ത ഒരു ലിങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക? പോസ് ചെയ്ത് കാണുക. അപ്പം ഈ പറയുന്ന ക്രിട്ടിക്കൽ പോയിന്റ് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കും. കാരണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ ഇതേപോലത്തെ വരികയാണ്. അപ്പോൾ ഒന്നുകൂടെ ഈ സാധനം ഓർമ്മിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ വീഡിയോ ആണത്. രണ്ടാമത്തെ വീഡിയോ നമ്മൾ നിങ്ങൾക്ക് അടുത്ത ലിങ്ക് 2 ലിങ്കായിട്ട് അയച്ചു തരും കേട്ടോ.